പകൽ സമയങ്ങളിൽ മെയിൻ്റനൻസിൻ്റെ പേരിലുള്ള വൈദ്യുതി നിയന്ത്രണം, വൈകുന്നേരം എപ്പോൾ കറണ്ട് വരും എപ്പോൾ കറണ്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. പലതരത്തിലുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അവരുടെ പരാതികൾ പറയുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു. ചിത്ര അഭയ് എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രവർത്തക പറയുന്നത് KSEBിയിൽ വിളിച്ചപ്പോൾ അവരുടെ ഓക്സിജൻ മുടങ്ങിയിട്ട് രോഗി മരിച്ച സമയത്ത് KSEBിയിലേക്ക് വിളിക്കുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇൻവെർട്ടർ വാങ്ങിയില്ല എന്ന മറുപടിയാണ് വരുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഉത്തരവാദിയില്ലേ ഇരുട്ടിന്? നമുക്ക് ആരാണിപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത്? യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ്, വൈദ്യുതി പ്രതിസന്ധിയാണ് കേരളത്തിലുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കറണ്ട് പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാലോ, മുൻപ് പവർ കട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ. 10 വർഷം മുൻപ് പവർ കട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ 8 മണിക്ക് കറണ്ട് പോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ അടുത്ത ആഴ്ച 8:30 മണിക്കാണ് കറണ്ട് പോകുന്നത് നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആ ഒരു ഷെഡ്യൂളിൽ യോജിച്ച് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് കറണ്ട് പോകുക എന്നത് നമുക്കറിയില്ല. കറണ്ട് പോകും എന്ന് അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരും. അത് വരുന്നത് കറണ്ട് പോകുന്നതിന് തൊട്ട് മുൻപാണ്. ഇപ്പോൾ തന്നെ എനിക്ക് 1-2 ഉപഭോക്താക്കൾ അയച്ചു തന്നിട്ടുള്ള ഒരു മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ, അതായത് 11:25 മെസ്സേജ് വരുന്നു. 11:25 മെസ്സേജ് വരുന്നു, യുവർ പവർ സപ്ലൈ ഹാസ് ബീൻ ഇൻ്ററപ്റ്റഡ് ഡ്യൂ ടു പീക്ക് ലോഡ് മാനേജ്മെൻറ്റ്. എത്ര മണിക്ക് കറണ്ട് പോകുന്ന അറിയോ? 11:55 പോകുന്നത്. അതായത് 11:25 കറണ്ട് മെസ്സേജ് വരികയാണ്, 11:55 നിങ്ങളുടെ കറണ്ട് കട്ടാവുമെന്ന് പീക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അതായത് അരമണിക്കൂർ മുൻപാണ് മെസ്സേജ് വരുന്നത്. എല്ലാവർക്കും വരുന്നില്ല കേട്ടോ, എല്ലാവർക്കും വരുന്നില്ല. രാത്രിയിൽ മിക്കവാറും വരുന്നില്ല, എല്ലാവർക്കും വരുന്നില്ല. അപ്പം ഇത് KSEB അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വലിയ പ്രതിസന്ധി കേരളത്തിലുണ്ട്. കേരളത്തിലൊരു വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. ആ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ, ആ വൈദ്യുതി പ്രതിസന്ധി മാനേജ് ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമായിരിക്കുന്നു KSEB എന്നിടത്തോളാണ് കാര്യം. നമുക്ക് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. 2023-24 കാലഘട്ടം മുതൽ തന്നെ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായിട്ടുണ്ട്. കാരണം എൽ നിനോ പ്രതിഭാസം കൂടുതൽ ശക്തമായ കാലത്ത്, അത് നമ്മളതിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാലുണ്ടല്ലോ, 2023-24 കാലത്ത് എൽ നിനോ പ്രതിഭാസം ഏതാണ്ട് പീക്ക് ലെവലിൽ എത്തിയിരുന്നു. ഏതാണ്ട് 3 പോയിന്റിലേക്ക് വരെ എത്തിയിരുന്നു. അതൊക്കെ വലിയ ലെവലാണ്. അതിലെത്തിയിട്ട് പോലും അന്ന് പവർ കട്ട് ഉണ്ടാകാതെ മാനേജ് ചെയ്യാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതേസമയം ഇപ്പോൾ നോക്കിയാൽ എൽ നിനോ പ്രതിഭാസം ഏതാണ്ട് താരതമ്യേന കുറവാണ്. പക്ഷേ ഇത്തവണ എൽ നിനോ പ്രതിഭാസം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഏപ്രിൽ മാസത്തിൽ സൂചന കിട്ടിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ സൂചന കിട്ടിയെങ്കിൽ പോലും ആ സൂചന മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണെങ്കിലും KSEBിയിൽ അതിനൊരു സിസ്റ്റം വേണ്ടേ? KSEBിയിൽ അതിനൊരു സിസ്റ്റം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ മെയ് 4-ാം തീയതി റിസൾട്ട് വന്നു. അതിനുശേഷം വൈദ്യുതി വകുപ്പ് മന്ത്രിയായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്നു. അപ്പോഴെങ്കിലും ജൂൺ മാസത്തിൽ ഇരുന്ന് ഒരു അവലോകനം നടത്താലോ. ഈ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്, ഇതാ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്, പവർ കട്ടിലേക്ക് കേരളം വീണ്ടും എത്താൻ പോവുകയാണ്, ഈ പ്രതിസന്ധിയിലേക്ക് എത്താതിരിക്കാൻ എന്താണ് പോംവഴി, ആലോചിച്ചൊരു മുൻകരുതൽ നടപടിയിലേക്ക് പോകണമല്ലോ. അങ്ങനെ പോയില്ല. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ വലിയ വീഴ്ച വന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഏതാണ്ട് പീക്ക് സമയത്ത്, ഏതാണ്ട് എൽ നിനോ പ്രതിഭാസമൊക്കെ അതിരൂക്ഷമായ സമയത്ത് പീക്ക് സമയങ്ങളിൽ പ്രതിദിനം ഏതാണ്ട് 6033 മെഗാവാട്ട് വൈദ്യുതി കേരളം ഉപയോഗിച്ചിട്ടുണ്ട് പീക്ക് സമയത്ത്. ഇപ്പോൾ 4500 മെഗാവാട്ടാണ് പീക്ക് സമയത്ത് ഉപയോഗിക്കുന്നത്. അതായത് 6033 മെഗാവാട്ട് പീക്ക് സമയത്ത് കേരളം വൈദ്യുതി ഉപയോഗിച്ച സമയത്ത് കേരളത്തിൽ പവർ കട്ടില്ല. ഇപ്പോൾ 4500 മെഗാവാട്ടാണ് പീക്ക് സമയത്ത് കേരളം ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിൽ പവർ കട്ട്. നമുക്കിപ്പോഴുള്ള ഷോർട്ടേജ് എത്രയെന്നറിയോ? 700 മുതൽ ഒരുപക്ഷേ അത് 1000 മെഗാവാട്ട് വരെ കേരളത്തിൽ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ പറയും, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 453 മെഗാവാട്ട് വൈദ്യുതി 2.5 രൂപയ്ക്ക് കിട്ടാനുള്ള കരാറുണ്ടായിരുന്നു. ആ കരാറെന്ന് സർക്കാർ റദ്ദാക്കി കളഞ്ഞു. അത് റദ്ദാക്കി കളഞ്ഞുകൊണ്ടാണ് ഈ പ്രതിസന്ധിയെന്ന്. ആ വൈദ്യുതി കിട്ടിയാൽ പോലും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉറപ്പാണ്, KSEBിയുടെ കാര്യത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാതെ KSEB ഓരോ പദ്ധതികളും തയ്യാറാക്കിയതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്.
ആ പാളിച്ചകളുടെ തുടർച്ചയിൽ ഇപ്പോൾ പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ഭാഗത്തും ഈ പ്രതിസന്ധി മാനേജ് ചെയ്യുന്നതിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുക? അത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ബാറ്ററി സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി സ്റ്റോറേജ് ചെയ്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോഴും ഈ ബാറ്ററി സിസ്റ്റം പ്രായോഗികമാണോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. കാരണം ബാറ്ററി സിസ്റ്റം പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ 2 രൂപയ്ക്ക് വൈദ്യുതി മേടിച്ചാൽ ആ വൈദ്യുതി സേവ് ചെയ്യാൻ ഏതാണ്ട് 10-15 രൂപ ചിലവുള്ള ബാറ്ററി സിസ്റ്റം വേണം. അപ്പോൾ അത് സാമ്പത്തികമായി പ്രായോഗികമല്ല. അപ്പോഴാണ് മുൻപ് LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പൈപ്പിഡ് സിസ്റ്റം വഴി ഇത് വൈദ്യുതി സേവ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശകൾ KECBക്ക് മുമ്പാകെ വന്നിരുന്നു. അതായത് അണക്കെട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ഒലിച്ചു പോകുന്ന വെള്ളം വീണ്ടും അണക്കെട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം, കുറഞ്ഞ ചിലവിൽ വൈദ്യുതി വാങ്ങി ഈ വെള്ളം വീണ്ടും അണക്കെട്ടിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പൈപ്പിംഗ് സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം സംബന്ധിച്ച് KECBക്ക് അന്ന് ശുപാർശകൾ നൽകിയിരുന്നു. അത് KECB അംഗീകരിച്ചില്ല. അപ്പോൾ ദീർഘകാലമായി KECBയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ള വീഴ്ച തന്നെയാണ്, അത് പരിഹരിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അതുപോലെ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി കുറച്ചെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെങ്ങനെയാണ്? നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനത്തിലേക്കോ ഒരു സംവിധാനത്തിലേക്കോ നിങ്ങൾക്ക് വേഗം പോകാമായിരുന്നു. ഈ പ്രതിസന്ധി ഉണ്ടാകാതെ ഇക്കാര്യം പരിഹരിക്കാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഒരു 1-2 മാസം മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ, ഇക്കാര്യത്തിലൊരു റിവ്യൂ നടത്തിയിരുന്നുവെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അല്ലാതെ കേരളം അരമണിക്കൂറാണോ കറണ്ട് പോകുന്നത്? 1 മണിക്കൂറാണോ കറണ്ട് പോകുന്നത്? 1.5 മണിക്കൂറും അതിലും അധികം സമയമാണ് പകൽ സമയത്ത് കറണ്ട് പോകുന്നു. ഈ പ്രതിസന്ധി എവിടെയൊക്കെയാണ് എത്തുന്നത്? നമ്മളിപ്പോൾ ഒരു കറണ്ട് പോയി വീട്ടിൽ കുറച്ചു നേരം കറണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. മെഡിക്കൽ ഷോപ്പുകളിൽ ഇപ്പോൾ നഗരമേഖലകളിലൊക്കെയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നമുക്ക് ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ റെഫ്രിജറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള മറ്റ് അഡീഷണൽ പവർ സോഴ്സുകൾ ഉണ്ടാകാം, ബാറ്ററി സോഴ്സുകൾ ഉണ്ടാകും. ഗ്രാമപ്രദേശങ്ങളിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ ചെറിയ നഴ്സിംഗ് ഹോമുകളിൽ ഇവിടെയൊന്നും വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ഈ സർക്കാർ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത്? ആളുകൾ അറിയിക്കുന്നില്ല. ഇന്ന സമയത്ത് വൈദ്യുതി വരും, വൈദ്യുതി ഉണ്ടാകില്ല, വൈദ്യുതി പോകും, പവർ കട്ട് ഉണ്ടാകും. നിങ്ങൾ അറിയിക്കേണ്ടത് നിങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണ്. മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിക്കാൻ പാടില്ല എന്ന് ഇലക്ട്രിസിറ്റി നിയമത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിയമം പോലും കാറ്റിൽ പറത്തി, ആ നിയമം പോലും കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ, ഈ ഒരു പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തൊരു സംവിധാനമായി കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മാറുകയാണ്. എന്തൊരു ഗുരുതരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായ തിരുത്തലുകൾ വേണം, അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ സർക്കാർ പോകുന്നത് തീർത്തും അപകടകരമായ ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി VD സതീശന് പോലും ഇപ്പോൾ ധൈര്യത്തോടു കൂടി രാത്രികാലങ്ങളിൽ പ്രസംഗിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരങ്ങളിൽ സന്ധ്യയായാൽ പരിപാടിക്കിടയിൽ കറണ്ട് പോകുന്നൊരവസ്ഥയാണ്. എപ്പോൾ കറണ്ട് പോകുമെന്നറിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സാധാരണക്കാർ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. പണമുള്ളവന് ഇൻവെർട്ടർ മേടിച്ചു വെച്ച് ബാറ്ററി സ്റ്റോറേജ് ഒക്കെ വെച്ച് കറണ്ട് ഇല്ലാത്ത സമയത്ത് വൈദ്യുതി ഉപയോഗിക്കാം. പക്ഷേ പണമില്ലാത്തവൻ എന്ത് ചെയ്യും? സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിലെത്തിയത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയത്. എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള മറുപടി? ഇത് വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അടിയന്തര നടപടി വേണം, ദീർഘവീക്ഷണത്തോടെയുള്ള നടപടി വേണം. ഈ പ്രതിസന്ധി എന്നേക്കുമായി പരിഹരിക്കാൻ എന്നുള്ളതാണ്. കേരളം ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് വൈദ്യുതി കാര്യത്തിൽ. Meet the editors.